മലയാള ചലച്ചിത്ര ലോകത്തിലെ അനന്തമായ സാഗരത്തിലേക്ക് മുത്തും പവിഴവും തേടിയുള്ള ഒരു യാത്രയാണ് ഈ പ്രോഗ്രാം മുത്തും പവിഴവും. അനവധി ഗാനങ്ങളുണ്ട്. ഓരോ ഗാനരചയിതാവിൻ്റെയും വാക്കുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന ഭംഗി, സൗന്ദര്യം, വാങ്മയ ചിത്രങ്ങൾ പോലെ മലയാള ചലച്ചിത്ര ഗാനത്തിൽ അങ്ങ് കിടക്കുന്ന പല ഗാനങ്ങളുടെയും പിന്നിലുള്ള യഥാർത്ഥ അർത്ഥം തേടിയുള്ള ഒരു യാത്ര കൂടിയാണ് മുത്തും പവിഴവും. ഇന്ന് നമ്മൾ ONV സാറിൻ്റെ പാട്ടുകളുടെ ഒരു സീരീസിലേക്കാണ് പോകുന്നത് ആദ്യമായിട്ട് തന്നെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകളുടെ പ്രത്യേകത എന്താണ്? എല്ലാം സൗന്ദര്യം തുടങ്ങിയിരിക്കുന്ന കവിതകൾ പോലുള്ള ഗാനങ്ങളാണ്. പക്ഷേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രത്യേക വാക്കിനെ വെച്ചിട്ടാണ് നമ്മൾ ഈ സീരീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. പാടുക അല്ലെങ്കിൽ പാട്ട് എന്നൊരു വാക്ക് അദ്ദേഹത്തിൻ്റെ ഒരു 100 ഗാനങ്ങൾ നമ്മളെടുത്താൽ 95 ഗാനങ്ങളിലും അദ്ദേഹം അത് ഉപയോഗിച്ചിട്ടുണ്ട്. പാടുക അല്ലെങ്കിൽ പാട്ട് എന്നൊരു അത് പല്ലവിയിലും അനുപല്ലവിയിലും ചരണത്തിലൊക്കെ അദ്ദേഹം വീണ്ടും വീണ്ടും ഉപയോഗിച്ചിട്ടുണ്ട്. ആവർത്തനം വിരസത ഉണ്ടാക്കുന്നതാണെന്ന് നമ്മൾ പറയും. പക്ഷേ അതിൻ്റെ ഒരു സൗന്ദര്യത്തിൽ അദ്ദേഹം പല പല സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടാണല്ലോ ഗാനം എഴുതുന്നത്. അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ സീരീസിലൂടെ ഞാൻ വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമായില്ല. നിങ്ങൾക്കത് ബോധ്യപ്പെടണമെങ്കിൽ ഏതൊക്കെയാണ് പാട്ടുകളാണെന്ന് നമുക്കതിലൂടെ ഒന്ന് സഞ്ചരിക്കാം. പാടുവാനായി വന്നു നിൻ്റെ പടിവാതിൽക്കൽ, പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ. എഴുതാപ്പുറങ്ങൾ എന്നുള്ള ചിത്രത്തിലെ അതിമനോഹരമായ ഗാനമാണ്. വിദ്യാധര മാസ്റ്ററാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ONV സാറിൻ്റെ ഇതിനാണ്. ഇത് നമുക്ക് തുടങ്ങുന്നത് തന്നെ പാടുവാനായി വന്നു നിൻ്റെ പടിവാതിൽക്കൽ എന്നാണ്. അപ്പോൾ ഈ സിനിമയിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അനുപല്ലവി ചരണത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ നിൽക്കാൻ അനുവദിക്കൂ പാടുവാൻ മാത്രം വീണ്ടും ഒന്നും കൂടെ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പാടുക പാട്ട് എന്ന് പറയുന്നത് ഈ ഗാനത്തിലെ ഒരു പ്രത്യേകതയാണ്. ഇനി മറ്റൊരു ഗാനം എന്ന് പറഞ്ഞാൽ മിഥുനം എന്ന സിനിമയിലെ ഞാറ്റുവേല കിളിയേ നീ പാട്ടുപാടി വരുമോ, അതിൽ തന്നെ മറ്റൊരു മനോഹര ഗാനമുണ്ട്. MG ശ്രീകുമാർ ആലപിച്ചിരിക്കുന്നത്. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്നു നമ്മൾ പോയി രാവിൽ നിലാവിൽ. അതിലിങ്ങനെ പറഞ്ഞു, ദൂരെ ഒരു ആൽമര ചോട്ടിലിരുന്നു മാരിവിൽ ഗോപുര മാളിക തീർത്തു അതിൽ നാം ഒന്നായി ആടിപ്പാടി. നോക്കൂ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓരോ ഗാനങ്ങൾക്കിടയിലും അദ്ദേഹം തിരികിയിരിക്കുന്ന ഈ വാക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് അദമ്യമായ ഒരു ആഗ്രഹം. പണ്ട് അദ്ദേഹം എവിടെയോ പറഞ്ഞ് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏകാന്തതയുടെ അമാവാസ്യയിൽ വീണ് കിട്ടിയ ഒരു തുള്ളി വെളിച്ചമാണ് കവിത എന്നുള്ളത്. എപ്പോഴും ഗായകനാകാൻ വേണ്ടിയിട്ടുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഒരു നഷ്ടപ്രണയിനിയാണ് സംഗീതം എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അദ്ദേഹം എല്ലാ ഗാനങ്ങളിലും കവിതകളിലും ഈ പാടുക അല്ലെങ്കിൽ പാട്ട് എന്നുള്ള വാക്ക് നിരന്തരമായി ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്കിനി അടുത്തതിൽ വേറെയും കുറേ പാട്ടുകളായിട്ട് വീണ്ടും കാണാം.